ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പുഴുങ്ങിയ മുട്ട കൊണ്ട് ഒരു സ്നാക്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാനാണ്. അപ്പോൾ വൈകുന്നേരത്തെ ചായക്കൊക്കെ ഇത് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് ചുരുങ്ങിയ ചില ഇൻഗ്രീഡിയൻസ് ഉള്ളൂ. സവാള, വെളുത്തുള്ളി, പച്ചമുളക്, അതുപോലെ കറിവേപ്പില, മുട്ട, ഇത്രയും മതി. നമുക്ക് പച്ചക്കറികളൊക്കെ അരിഞ്ഞെടുക്കാം. ഈ സമയത്ത് തന്നെ മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും കൂടെ വേണം കേട്ടോ. അത് ഇൻഗ്രീഡിയൻറ്റ് പറഞ്ഞപ്പോൾ പറയാൻ മറന്നുപോയി. അപ്പോൾ ഈ എല്ലാ പച്ചക്കറികളും നമ്മൾ ചെറുതായിട്ട് നുറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ അതെല്ലാം ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് അതോടൊപ്പം തന്നെ മുട്ട പുഴുങ്ങിയത് വേവായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മഞ്ഞ ഭാഗം ഒഴിവാക്കിയ ശേഷം വെള്ള നമ്മൾ പച്ചക്കറി അരിഞ്ഞ പോലെ തന്നെ ചെറുതായിട്ട് നുറുക്കിയെടുക്കുകയാണ്. ഇനി അതും കൂടെ നമ്മൾ പച്ചക്കറി ഇട്ട് കൊടുത്ത ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് നമ്മൾ വേണമെങ്കിൽ ഒന്ന് മിക്സ് ചെയ്യുക. അല്ലെങ്കിൽ അതിലേക്ക് നമ്മൾ ആദ്യം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടി ചേർത്ത ശേഷം മുളക് പൊടി ചേർത്ത് കൊടുക്കുക. മുളക് പൊടി ചേർക്കുമ്പോൾ പച്ചമുളകും കൂടെ ഇട്ടിട്ടുണ്ട്, അത് ഓർമ്മ വേണം. അപ്പോൾ അതിനനുസരിച്ച് പാകത്തിന് ഇട്ടാൽ മതി. പിന്നെ ഉപ്പ് ചേർത്ത ശേഷം നമ്മൾ ഇതിലേക്ക് ബിരിയാണി മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് ഇടാൻ പോകുന്നത് മൈദപ്പൊടിയാണ്. ആവശ്യത്തിന് മൈദപ്പൊടി കൂടി ഇട്ട ശേഷം ഇത് നമ്മളൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. അത് ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ ഒക്കെ മിക്സ് ചെയ്യുക. അപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ അതിൻ്റെ മുകളിൽ മൈദേൻ്റെ മാവ് തങ്ങി നിൽക്കുമല്ലോ, ആ ഒരു രൂപത്തിൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ മൈദപ്പൊടി ഇടാം. ഞാനിതിലേക്ക് കുറച്ചും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്ത ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ട് ഞാനിതിവിടെ ഒരു അരമണിക്കൂറോളം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒന്ന് മസാലയൊക്കെ നല്ലോണം ഒന്ന് പിടിച്ചോട്ടെ എന്ന് കരുതി വെച്ചതാണ്. വെക്കണമെന്ന് നിർബന്ധമുള്ള കാര്യമല്ല കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മളൊരു ഫ്രൈ പാന് അടുപ്പത്ത് വെച്ച് അതിൽ ഓയിലൊഴിച്ച് അത് ചൂടായ ശേഷം ഒരു സ്പൂൺ എടുത്തിട്ട് തന്നെ ഇതിൽ നിന്നും ഓരോ സ്പൂണ് കോരിയിട്ട് നമ്മൾ ഈ എണ്ണയിലിട്ടിട്ട് വറുക്കണം. ഇതിങ്ങനെ കോരിയിട്ട് ഓരോ റൗണ്ടാക്കി അങ്ങനെ കൈകൊണ്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷെ ഞാനിവിടെ ചെയ്തിരിക്കുന്നത് സ്പൂൺ വെച്ചിട്ടാണ്. അപ്പോൾ സ്പൂൺ കൊണ്ട് ഓരോ ഉരുളകൾ കോരിയെടുത്തിട്ട് നമ്മൾ എണ്ണയിലിട്ട് നല്ലോണം ഒന്ന് വറുത്ത് കോരിയെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ലോണം മൊരിഞ്ഞ് ഇതൊരു ബ്രൗൺ കളർ ആവുന്ന വരെ നമ്മളിതൊന്ന് ഈ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കണം. ശേഷം നമ്മളിത് വറുത്ത് കോരി എടുത്തിട്ട് ചൂടാറിയ ശേഷം നമുക്ക് ചായയിലേക്കോ ഒക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീട്ടിൽ മുട്ടയും ഈ ചെറിയ പച്ചക്കറി 2-3-4 പച്ചക്കറികൾ മതിയല്ലോ. പച്ചമുളക്, ഇഞ്ചി, സവാള, വെളുത്തുള്ളി, അതുപോലെ കറിവേപ്പില, ഇത്രയും മതി. അപ്പോൾ ഈ സാധനങ്ങളും മുട്ടയൊക്കെ എപ്പോഴും നമ്മുടെ വീട്ടിൽ അവൈലബിളായ സാധനങ്ങളാണല്ലോ. അത് കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.